ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നൈഗ്ര വാട്ടർ ബോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ അടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആ ബോട്ടിന് പോകാനുള്ള ബോട്ടിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ടണലിലാണ്. നാട്ടിൽ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റേ രാഗ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്കുള്ള പോലെ ഉണ്ട്. ഉള്ളത് സ്കാൻ ചെയ്തു. ഇത് ഇങ്ങനത്തെ ഒരു റെയിൻകോട്ട് തരാം. ഈ റെയിൻകോട്ടൊന്നും കാര്യമില്ല കേട്ടോ ഗൈസ്. ഇത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവർ പോലത്തെ സാധനമാണ്. ഇത് ഇട്ടാൽ നിങ്ങൾ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ വലിയ ഉപകാരമൊന്നുമില്ല എന്ന്. ഇത് അമേരിക്കൻ ഭാഗമാണ്, ഇത് നമ്മുടെ അല്ല, നമ്മുടെ അപ്പുറത്താ. US-ലുള്ള നയഗ്രയുടെ അത്ര വലിയ ചാട്ടം നമ്മുടെ മെത്തി അങ്ങനെ അടിച്ചു വിടുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ നയഗ്ര എത്തുമ്പോഴേക്കും നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അത്ര വെള്ളം നമ്മുടെ അടുത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അടിയിലേക്ക് വീണിട്ട് ഈ വെള്ളം നമ്മുടെ അടുത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ക്യാമറയും മൈക്കൊക്കെ ഇത്തിരി നേരം കഴിഞ്ഞ് പഠിച്ചു പോയിട്ടോ ഗൈസ്. ഞങ്ങൾ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് നടന്ന് കയറി കേട്ടോ. മുകളിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് 3 റെയിൻബോ ഉണ്ടായിരുന്നു, 3 റെയിൻബോ. ഇത് അറിയാലോ, നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സ്പെക്ട്രത്തിൻ്റെ കാര്യം തന്നെയാണ്. ക്യാമറയിൽ കാണുമ്പോൾ അത്ര അതിൽ മനസ്സിലാവത്തില്ല, ബട്ട് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അത്. കഴിഞ്ഞു കൊറേയൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം നല്ല വെള്ളത്തിനെ നമ്മൾ മുട്ടിയടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഫോണിലേക്കൊക്കെ ഫോണിലേക്കൊക്കെ വെള്ളം കയറി. ഞാൻ പറയണ കേൾക്കുന്നുണ്ടാവോ പോലും എനിക്കറിയത്തില്ല. അതിന്ന് ഇറങ്ങി ഗൈസ്. എന്റെ തല ഇതുവരെ ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഇനി ആൾക്കാർ ആരെങ്കിലും ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ബാഗിൽ ഒരു തോർത്തും ചെരുപ്പും എന്തായാലും എടുത്ത് കൈ പിടിക്കാം. അതാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞത് അല്ലേ. അതെന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഷൂ അവിടെ വെച്ചിട്ട് അവർ സാൻഡൽസ് ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം എന്താ അത് ശരിക്കും അതിൻ്റെ ഗുണമുണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ കാലമൊക്കെ ഫുള്ളാകെ എന്താ പറയുക, നനഞ്ഞ ആകെ അവസ്ഥയുണ്ടായിരുന്നു. വേറെ നമ്മൾ എക്സ്ട്രാ പെയർ ഓഫ് ഷൂസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. കണ്ണു തുറക്കണില്ലല്ലോ മെമ്മറി. ഞങ്ങളിങ്ങനെ നടന്നു പോണ സമയത്ത് ഒരാൾ എന്താ 2 പെൺകുട്ടികളെ പിടിച്ച് പോണ പോലെ തോന്നി. നമ്മൾ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചപ്പോൾ ആള് 2 കുരങ്ങനെ പിടിച്ചോണ്ടിരിക്കണ്ടായിരുന്നേ. പിന്നെ കുറേ ഇങ്ങനത്തെ മോഡിഫൈഡ് കാറുകൾ കാണാൻ പറ്റിട്ടോ. മിക്കത് അപ്പൂപ്പന്മാരാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആൾക്കാർ പറയുന്നത് ശരിയാട്ടോ, കുറേ ഓപ്ഷൻസ് ഉള്ളപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ഓപ്ഷൻസ് നിന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ഏതോ അവിടെ ഉള്ള ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചു. ഇവിടെ ഉള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വന്നു ഗൈസ്. ഇവിടെ തിരക്കില്ലേ ഭാഗ്യം. ഗൈസ് ഞങ്ങൾ ഇപ്പോൾ ഫുഡ് അടിച്ച് തിരിച്ച് വണ്ടിയുടെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ രാത്രിയായിട്ട് ഇരുട്ടിപ്പോൾ നയഗ്രയുടെ അവിടെ കളറുകളൊക്കെ വന്നോടെ ഞാൻ കാണിച്ചു തരാം. ഇവർ രാത്രി ഇങ്ങനെ കളറുകൾ സെറ്റ് ചെയ്യും. ഇത് US ഭാഗത്തെ, അതാണ് കാനഡയിലുള്ള ഫോൾസ്. ഇത് കണ്ടോ, ഈ ലൈറ്റാണ് അവിടേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങാണ്. വീട്ടിലെത്തിയിട്ട് അവിടെ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ കാലത്ത് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതൊക്കെ ഞാൻ പറയും. ആഹാ, നിങ്ങളിപ്പോൾ ഗസ് പോലും ചെയ്യാൻ പറ്റത്തില്ല എന്ത് നല്ല മണമെന്നറിയും. കുതിരച്ചാണത്തിൻ്റെ മണം. ആ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ദിസ് ഇസ് മെയ്ഡ് ഓൺ എർത്ത് ബൈ അക്ഷയ് ആൻഡ് രേഷ്മ. അത് എൻ്റെ കസിൻസ് തന്നെ.
നമുക്കിഷ്ടമുള്ള ഒട്ടുമിക്ക എല്ലാം കാൻഡിൽ ഫ്രാഗ്രൻസസും അവർ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. ഇന്നലെ വീട്ടിലെത്തി, രാത്രി ഞങ്ങൾ ഫുൾ ബാർബിക്യൂ ചെയ്തു. ഞങ്ങൾ സ്റ്റേക്ക് ഉണ്ടാക്കി, ഞങ്ങൾ പോർക്കിൻ്റെ സ്റ്റേക്ക് ഉണ്ടാക്കി, ചിക്കൻ തന്തൂരി ഉണ്ടാക്കി, ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച്. അത് രാത്രി ഒരു 2-3 മണി വരെ സംസാരിച്ചിരുന്നിട്ട് പിന്നെ കിടന്നത്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മൾ ബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്നും കൂടി ഉള്ളോട്ടെ, ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. 3-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇവർ തിരിച്ച് ആൽബർട്ടേക്ക് ഫ്ലൈറ്റ് ഇവർക്ക് രാത്രി. നമ്മൾ ഒരു 4 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും ടൊറൻറ്റോയിലേക്ക്. ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂറുണ്ട് ടൊറൻറ്റോയിലേക്ക്. എനിക്ക് ഏരിയ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഈ മറ്റേ റിട്ടയർഡായിട്ടുള്ള ആൾക്കാർ, ഈ ഇതൊരു അപ്പൂപ്പനും അമ്മൂമ്മേരെ വീടത്. അവർ ഇത്ര വലിയ വീട് എടുത്തിട്ട് അവർ എയർബിഎൻബി കൊടുക്കുക. ലൈക്ക് ഇവരുടെ ഒരു ഹോളിഡേ ഹോം പോലെ ആയിരിക്കും ഇതും. എന്ത് രസം. അവർ റിട്ടയർ ആവണ വരെ പൈസ സേവ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു വലിയ സാധനം വാങ്ങിച്ചിടും. ഗൈസ്, ഞങ്ങളെ പാക്കിങ് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വിട പറയാണ്. ആളിവിടെ ഓർഷവേലാണ്. അതെ, എന്ത് നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഇവരെ എന്തായാലും കാൽഗറി പോയി കാണുന്നതായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ കിങ്സ്റ്റണിൽ വരുന്നതായിരിക്കും. കുറിച്ച് പറയാൻ അടിപൊളി സ്റ്റേ ആയിരുന്നു. നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസും നല്ല അടിപൊളി വാഷ്റൂമും നല്ല അടിപൊളി ബാർബിക്യും എല്ലാം അടിപൊളിയായിരുന്നു. ഒന്നും കൂടി വരാനുള്ള സ്ഥലം ഉണ്ടല്ലേ ഇങ്ങനെ ഇവിടെ. നൈഗ്രയുടെ അടുത്ത് കൂടാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ ഇത്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് 1 hour നൈഗ്രയിലേക്ക്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ചു. പോണ വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അത് ക്യാമറയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ആളുടെ ലൈഫ് കേട്ടോ ഗൈസ്, ഏറ്റവും അടിപൊളി. കാനഡയിൽ ഈ ഫോള് ഇങ്ങനെ പോകാൻ പറ്റണമെങ്കിൽ എൻ്റെ പൊന്നെ. അവർ ടാറ്റ തന്ന് പോകണം. അത് കഴിഞ്ഞ് ഇവിടെ കേരള കറി ഹൗസിലെത്തി ഫുഡ് അടിക്കാം, മലയാളി ഫുഡ്. ഇവിടെ ബഫേ നടന്നുകൊണ്ടിരിക്കുക. ബിരിയാണിയും അപ്പവും പുട്ടും എല്ലാം അടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അവർ ബൈ പറഞ്ഞ് പോയിട്ടോ. അവർ ഫ്ലൈറ്റ് ചെക്ക് ഇൻ ചെയ്യാൻ സമയമായി അവർക്ക്. അപ്പോൾ ഇവിടെ നിന്ന് 10 മിനിറ്റ് ഉള്ളൂ എയർപോർട്ട്. അപ്പോൾ അവരവിടേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി നമ്മൾ ഡയറക്റ്റ് ഇനി കിങ്സ്റ്റണിലേക്ക് പോകായിരിക്കും. ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓ അടിപൊളി തന്നെ. വാവ്.